ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇടയ്ക്ക് വീണ്ടും കുറേ ഗ്യാപ്പ് വന്നു, പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഷൂട്ട് ചെയ്യാനും വ്ളോഗ് ചെയ്യാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. കുറേ നാളെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ വീട്ടിലാണ്. സോ രാവിലെ എണീറ്റു, ഫ്രഷായി. അപ്പോൾ ഇനി കാപ്പിയൊന്നും കുടിച്ചിട്ടില്ല, അപ്പോൾ ബാക്കി പരിപാടീസിലോട്ട് പോവാണ്. ഇവിടെ ഒരാളുണ്ട്, അയൽജേനും. ഇപ്പം 2-3 ദിവസമായിട്ട് പ്രോഗ്രാമൊന്നുമില്ല, വീട്ടിലാണ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. സ്റ്റാർട്ട് ചെയ്യാം. പട വരണത് പടയില്ല, ഇത് സ്റ്റാർട്ടിങ് ഗൈസ്, ഞങ്ങൾ പുതിയൊരാളിനെ വെച്ചു വീട്ടിൽ. ഹണി അങ്ങോട്ട് ചെന്നാൽ ഇപ്പോൾ പുറത്ത് അത്രയും കയറും, അതുകൊണ്ട് പോകുന്നില്ല. ഫുൾ വൃത്തിയേടാക്കും. ചുട്ട് അവസരം ആവില്ല, അപ്പൻ ചെറുതായി. ഗൈസ്, ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് നന്ദു ബുൾസ് ചുടാനല്ല ബുൾസ് ഉണ്ടാക്കി. കുഞ്ഞു പിള്ളേർക്ക് 3500. ഹോളല്ല, അതിന് കട്ടില് ഫുൾ കട്ടിലായിട്ട് ഹോസ്റ്റലിലൊക്കെ കിടക്കൂലേ, അതേപോലെ ഡോർമെട്രി കിട്ടും. ഗൈസ്, ഇന്നത്തെ മീനാണ് ഗൈസ് ഇത്. ഞാനും അയൽജേട്ടനും കൂടെ വീക്കെൻഡ് ഞങ്ങൾ പുറത്തോട്ട് വന്നൊരു ലുലുന്ന് 2-3 സാധനം അവന് പർച്ചേസ് ചെയ്യണം. പിന്നെ എനിക്കൊന്ന് ബാങ്കിൽ കയറണം. അപ്പം അങ്ങനെ ആയിട്ട് ഞങ്ങൾ പുറത്തോട്ട് വന്നു. ഇപ്പം അവൻ വേറൊരു സ്റ്റുഡിയോയിലോട്ട് ആരോ കാണാൻ വേണ്ടിയിട്ട് പോയിരിക്കുവാണ്. ഞാനിവിടെ കാറിൽ വെയിറ്റ് വേണം. അപ്പോൾ ലുലു പോയിട്ട് ഇനി കാണാം. ഗൈസ്, ഇപ്പോൾ നമ്മൾ ലുലുവിൽ വന്നു. ഇവിടെ ലുലു കണക്റ്റിലാണ് കേട്ടോ വന്നത്. അവന് പ്രോഗ്രാമിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ ലൈക്ക് കണക്റ്റർ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അല്ലാതെ വേറെ ഒന്നും മേടിക്കുന്നില്ല. കാരണം ഇന്നലെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അത് വീട്ടിലിരിക്കുക, ഇതുവരെ ഒതുക്കിയൊന്നും വെച്ചില്ല. അപ്പം വീട്ടിൽ പോയി അതൊക്കെ ഒതുക്കി വെക്കണം. സോ ഇവിടെ ഇനി വേറെ പർച്ചേസും കാര്യങ്ങളൊന്നുമില്ല. നമ്മളിവിടെ നിന്ന് ഇറങ്ങും. ഗായ്സ്, അപ്പം ഞാൻ ലുലുവിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിക്കുന്നത് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോഴത്തേക്കും ഫോണിൻ്റെ ചാർജ് ഏകദേശം കമ്മിയായി. സോ അവൻ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. നല്ല ഊണായിരുന്നു കേട്ടോ. അമ്മയുടെ സ്പെഷ്യൽ കൂമ്പുതോരൻ, പുളിഞ്ചിക്ക അച്ചാർ, മീൻകറി, മീൻ പൊരിച്ചതെല്ലാം കൂടെ ചേർത്തിട്ടൊരു നല്ല ഊണായിരുന്നു. ഊണൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുക. ഇതെല്ലാം ഇനി എനിക്കൊന്ന് അടുക്കി സെറ്റിലാക്കണം. റൂമൊക്കെ ഒരു കോലായിട്ട് കിടക്കുകയാണ് കേട്ടോ. കുറേ നാളായിട്ട്. ലാസ്റ്റ് വൃന്ദാവൻ പ്രോഗ്രാം കഴിഞ്ഞില്ലേ, പ്രോഗ്രാം കഴിഞ്ഞ് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വരുന്നത്. ഇതിനിടയ്ക്ക് അത് കഴിഞ്ഞ് വന്ന ഉടനെ ഒരു ദിവസം ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസം ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഓട്ടപ്പച്ചിലായിരുന്നു. അപ്പം ഇന്നാണ് കുറച്ച് നേരമെങ്കിലും വീട്ടിൽ ഇരിക്കാനൊരു സമയം കിട്ടിയത്. അപ്പോൾ ആ ടൈം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി അടുക്കി പറക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമ്മളിങ്ങനെ ഒരു 3-4 മാസം കൂടുമ്പോൾ ഉള്ള സാധനങ്ങൾ ഒരുമിച്ചാണ് ഇങ്ങനെ മേടിക്കാറ്. അപ്പപ്പായിട്ട് മേടിക്കാറില്ല. ടോയ്ലറ്ററി ഐറ്റംസ്, ബോഡി വാഷ് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബോഡി വാഷ് ലെക്സിൻ്റെ വേറൊരു ഫ്രാഗ്രൻസ് ആണ് നേരത്തെ യൂസ് ചെയ്തത്. ഇപ്പം എപ്പോഴും അത് തന്നെ ആകുമ്പം ബോറടിക്കുമല്ലോ, അങ്ങനെ വേറൊന്നെടുത്തു മാറ്റി പിടിച്ചു. പിന്നെ ഹാൻഡ് വാഷ്, ഇത് ലുലുവിൽ ഓഫർ കിടന്നു. അപ്പോൾ ഒന്ന് താഴെ കൊടുത്തു, ഒന്ന് റൂമിലത്തേക്ക് എടുത്തു. പിന്നെ സ്ട്രീക്സിൻ്റെ സിറം, ഇത് 2 വെച്ച് മേടിക്കുന്നത് ലൈക്ക് ഇപ്പം അയൽജേട്ടൻ ട്രാവലിങ് അല്ലെങ്കിൽ ഞാൻ ട്രാവലിംഗ് ആണെങ്കിൽ പിന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കാണത്തില്ല. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ 2 വെച്ച് മേടിക്കും. അപ്പം സിറം അവൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് 2. പിന്നെ അവൻ്റെ ഡിയോഡ്രൻറ്റ് കുറേ നാളായിട്ട് ബ്രഷ് മാറ്റിയിട്ട് അപ്പോൾ 2 ബ്രഷ് എടുത്തു. അപ്പം ബ്ലൂ അവനും
പിങ്ക് എനിക്ക് അങ്ങനെ സെൻസോഡൈലിൻ്റെ ബ്രഷാണ് കേട്ടോ. ഞാൻ കൂടുതലും ലൈക്ക് കുറച്ച് സോഫ്റ്റ് വരുന്നത് സെൻസോഡൈലിൻ്റെ ബ്രഷാണ്, അപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതാ റോസ് വാട്ടർ ഞാൻ ടോണറായിട്ട് യൂസ് ചെയ്യുന്ന റോസ് വാട്ടർ. അപ്പം റോസ് വാട്ടർ ഞാനിങ്ങനെ മേടിച്ച് വെക്കും. പിന്നെ ഹിമാലയയുടെ മറ്റേ ഫോമിങ് ഫേസ് വാഷ്, അതാണ് ഞാൻ നേരത്തെ മേടിച്ചത്, പക്ഷേ ഈ പ്രാവശ്യം അതവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹിമാലയയുടെ ഈ ഒരു ഫേസ് വാഷ് എടുത്തു. പിന്നെ ഞങ്ങൾ സുഡിയെന്ന് ഈ ഒരു സ്പ്രേ ഒരു 3-4 ഇങ്ങനെ മേടിച്ച് വെക്കും. സ്റ്റുഡിയോയുടെ തന്നെ ഈ ഒരു പെർഫ്യൂമും നമ്മളിങ്ങനെ മേടിച്ച് വെക്കും കേട്ടോ. അപ്പം അത് തീരുന്നവരെ കുറച്ച് നാൾ അത് ഓടിക്കോളും. പിന്നെ ഒരു മിനി ബോഡി വാഷ്. ഇതും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അറിയാമല്ലോ, നമുക്ക് ബൾക്കായിട്ട് സാധനം കൊണ്ടുപോകാൻ ഭയങ്കര പാട്. അതുകൊണ്ട് മിനി സാധനങ്ങൾ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഷാമ്പൂ, ഇതൊക്കെ നമ്മൾ ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ സാധനങ്ങൾ മേടിക്കുന്നത്. ഇതല്ല ആക്ച്വലി ഞാൻ ലോറിയലിൽ യൂസ് ചെയ്യുന്ന ഷാമ്പൂ. പക്ഷേ ഈ പ്രാവശ്യം ലുലുവിൽ കുറേ സാധനങ്ങൾ ലൈക്ക് ഈ പ്രൊഫഷണലായിട്ട് വരുന്ന സാധനങ്ങളെല്ലാം ഒരുപാട് കുറവായിരുന്നു. അതുകൊണ്ട് ഈ ഒരു കളർ പ്രൊട്ടക്റ്റർ കണ്ടീഷണറും ഈ ഒരു ഷാമ്പുവാണ് ഞാൻ മേടിച്ചത്. അപ്പം ഇത്രയായിരുന്നു കേട്ടോ ഇന്നലത്തെ പർച്ചേസ്. പിന്നെ ഇതും ബഡ്സ് അർജൻറ്റ് കമ്പൽസറിയാണ്. പിന്നെ പാഡ്. അപ്പം ഇത്രയൊക്കെ ആയിരുന്നു നമ്മൾ മേടിച്ചത്. പിന്നെ ഈ ഷേവിങ്ങിൻ്റെ ഈ ഒരു ഇതും. അപ്പോൾ ഇത്രയൊക്കെയാണ് മേടിച്ചത്. ഞങ്ങൾ പൊതുവേ ഇത്രയും സാധനങ്ങൾ തന്നെയാണ് ഒരു 3 months 3.5-4 months അടുപ്പിച്ച് ഓടും കേട്ടോ ഇതൊക്കെ. പിന്നെ 3 months കഴിയുമ്പോൾ നമ്മൾ പിന്നെ മേടിച്ച് വയ്ക്കും, പിന്നെ തീർന്നു കഴിഞ്ഞ് വരെ വെയിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി. പിന്നെ ഒരു കാര്യം കാണിച്ചു തരാം. ഈ ഒരു ടോപ്പാണ് കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ, April 1st. അപ്പോൾ അഖിൽജീൻ്റെ അച്ഛൻ എനിക്ക് എടുത്തു തന്നൊരു ടോപ്പാണ്. എനിക്ക് ഇച്ചിരി വലുതാണ്, കുറച്ചൊന്ന് ഷേപ്പ് അടിക്കണം. ഇത് അഖിൽജീന് എടുത്തു കൊടുത്ത ഷർട്ടും പാൻറ്റുമാണ്. അപ്പോൾ അച്ഛൻ തന്ന ഗിഫ്റ്റാണ് കേട്ടോ. ഞങ്ങൾ ഈ പ്രാവശ്യം അങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറി ഭയങ്കരമായിട്ട് ആഘോഷിച്ചിട്ടൊന്നുമില്ല. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം ഇങ്ങനെ ചോദിച്ചാൽ കാരണമായിട്ടൊന്നുമില്ല, ലൈക്ക് അങ്ങനെ ഒരു ആഘോഷത്തിൻ്റെ എന്തൊരു മൂഡില്ലായിരുന്നു ഫസ്റ്റ് തിങ്. പിന്നെ നമ്മളിങ്ങനെ കുറേ നാളായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ എനിക്ക് പ്രോഗ്രാം, അവൻ്റെ പ്രോഗ്രാം, ക്ലാസ് അങ്ങനെയൊക്കെ നടക്കുക. എന്തോ ഭയങ്കര സ്ട്രെസ്സായിട്ട് ഇങ്ങനെ നടക്കുക. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഒരു കേക്ക് പോലും ഞങ്ങൾ കട്ട് ചെയ്തില്ല കേട്ടോ. ഇന്നലെ പക്ഷേ ഞങ്ങൾ ഒന്ന് ലുലുവിൽ പോയി ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ച് സാധനമൊക്കെ പർച്ചേസ് ചെയ്തു. അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇനിയൊരു എന്താ പറയുക, ഒരു 5 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് ആഘോഷിക്കണം. അപ്പോഴും ഞങ്ങളൊന്ന് സെറ്റിലാവുമായിരിക്കും എന്ന് തോന്നുന്നു. അപ്പം അത്രയൊക്കെയായിരുന്നു. ഇനി ഞാൻ ഈ ഒരു സ്പേസ് ഇത്രയും കിടക്കുന്നുണ്ടോ, ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കട്ടെ. ഓക്കെ, ഇതിനിടയ്ക്ക് എനിക്ക് തയ്ക്കാനായിട്ട് കൊടുക്കണമായിരുന്നു. ഞാൻ കൂടുതലും ഇങ്ങനെ മെറ്റീരിയലായിട്ട് ലൈക്ക് ഇങ്ങനെ എന്താ പറയുക, ക്ലോത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് മേടിക്കുക ചെയ്യുന്നത്. എനിക്ക് എന്ത് തയ്ക്കാനാണെങ്കിലും അഖിലിൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ഞാൻ എന്ത് മോഡൽ കൊടുത്താലും അതനുസരിച്ച് എനിക്ക് തയ്ച്ചു തരും. ലോങ് ടീ ഒക്കെ ഇല്ലേ, ലോങ് ഷർട്ട്, ഇതുവരെ ഇതേ മോഡൽ തന്നെയാണ് ഷർട്ട് മാതിരി കിടക്കുന്നത്. അതൊക്കെ ചേച്ചിയാണ് തയ്ക്കുന്നത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ രാമചന്ദ്ര എന്ന് പറയും, രാമചന്ദ്ര അല്ലെങ്കിൽ പോത്തീസ്, ഇവിടെ എവിടെ നിന്നെങ്കിലും ഞാൻ ക്ലോത്ത് കട്ട് ചെയ്ത് മേടിക്കും. ആ ലോങ് ടീഷർട്ട് തയ്ക്കാനൊക്കെ നമുക്കൊരു ഷർട്ട്സ് തയ്ക്കാൻ നമുക്കൊരു 3.5 എനിക്ക് അത്രയും മതി കേട്ടോ. പിന്നെ ഞാൻ വലിയ ഹൈറ്റ് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനെ കട്ട് ചെയ്ത് മേടിച്ചിട്ട് ഇവിടെ കൊണ്ടു കൊടുക്കുമ്പോൾ ചേച്ചി എനിക്ക് തയ്ച്ചു തരും. ഞാനതൊരു ദിവസം കാണിച്ചു തരാം കേട്ടോ. സ്റ്റിച്ച് ചെയ്തത് നല്ല രസമാണ്. നമ്മൾ റെഡിമെയ്ഡ് മേടിക്കുന്ന പോലെ തന്നെയാവും കിട്ടുക. അപ്പം ഇതൊക്കെ ഒന്ന് അടുക്കി പറക്കട്ടെ. അപ്പം കുറച്ച് സാധനങ്ങൾ ഞാനൊന്ന് ഒതുക്കി സൈഡാക്കി. ഇനി അടുത്ത ടാസ്ക് ഇസ് ലൈക്ക് ഈ വാഷ്റൂമിൻ്റെ ഈ സിങ്കൊക്കെ ഒന്ന്
കഴുകി വൃത്തിയാക്കണം. ബിക്കോസ് ഇവിടെ നമുക്ക് വൃത്തിയാക്കാനും ഒക്കെ ഒരു ആൻറ്റി വരാറുണ്ട് കേട്ടോ. പക്ഷെ ആൻറ്റി വരുന്നത് മോർണിംഗ്. ആ മോർണിംഗ് ടൈം ആകുമ്പോൾ ഐൽജയുടെ ഉറക്കമായിരിക്കും. ആൻറ്റി പോകുന്നത് വരെ ഐൽജയുടെ ഉറക്കമായിരിക്കും. അപ്പം ഐൽജയുടെ ഇല്ലാത്ത ദിവസങ്ങളിൽ മാത്രമേ ആൻറ്റി ഇങ്ങോട്ട് ഡെയിലി വരത്തില്ല, വീക്ക്ലി ട്വൈസ് ഓർ ത്രൈസ് അങ്ങനെ വരുന്നത്. അപ്പം ഐൽജയുടെ ഇല്ലാത്ത സമയത്ത് മാത്രമേ ആൻറ്റിക്ക് ഇങ്ങോട്ട് കയറി ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ കുറച്ച് ദിവസമായി ഇതൊക്കെ മെസ്സപ്പായിട്ട് കിടക്കുന്നുണ്ട്, ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒതുക്കിയിട്ട് നമ്മുടെ പുതിയ സാധനങ്ങൾ നമുക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അതാ ഈ ഒരു സ്പേസ് നമ്മൾ വൃത്തിയാക്കി. ഇനി നമുക്ക് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഈ ഒരു ലെഗ്സിൻ്റെ ബോഡി വാഷ് പൊട്ടിക്കാൻ കേട്ടോ. നല്ല മണമുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതൊന്ന് പൊക്കി നോക്കിയായിരുന്നു, നല്ല മണമുണ്ട്. സോ ഇത് നമുക്ക് ആദ്യം വെക്കാം, വെച്ചിട്ട് വരാം. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ബ്രഷ് പൊട്ടിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മേടിച്ചിട്ട് അതെല്ലാം ഇങ്ങനെ പൊട്ടിച്ച് ആ ഒരു എന്താ പറയുക, ആ ഒരു പാക്ക് ചെയ്ത് പൊട്ടിച്ചെടുത്ത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമില്ലേ. എനിക്ക് കുഞ്ഞിലെ തൊട്ട് ഭയങ്കര ഇഷ്ടം. കുഞ്ഞിലെ തൊട്ട് ആരെങ്കിലും വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ ഇങ്ങനെ പൊതിയൊക്കെ കൊണ്ടുവരുമ്പോൾ ഞാൻ നോക്കിയിരിക്കും ഇവരെപ്പോഴാണ് പോകുന്നത്, എടുത്തൊന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മയും മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ. സോ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ന്യൂ ബ്രഷ്. സോ നെക്സ്റ്റ് ഞാൻ എന്താ ഇതൊന്ന് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ ആക്ച്വലി ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ബിയർ ഷാമ്പൂ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുവാണേ. അപ്പോൾ എനിക്കൊരു എന്താ പറയുക ഒരു ക്യൂരിയോസിറ്റി, ഇത് എന്തായിരിക്കും എന്നറിയാം. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. ഫോർ ഡാമേജ്ഡ് ഹെയർ പാർക്ക് അവന്യൂ എന്നാ അതിൻ്റെ ബ്രാൻഡിൻ്റെ പേര്. പാർക്ക് അവന്യൂവിൻ്റെ ബിയർ ഷാമ്പൂ ആണ് കേട്ടോ. ഞാനിത് യൂസ് ചെയ്തിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് റിവ്യൂ പറയാം. ഓക്കെ. ഇനി വാഷ്റൂമിൽ വെക്കാനുള്ളതിൽ എന്താ ഈ ഒരു ഷേവിങ്ങിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതും കൂടെ പ്ലേസ് ചെയ്താൽ ബാത്റൂമിൽ വെക്കേണ്ട എല്ലാം കേട്ടോ. സോ ഗായ്സ്, അപ്പം വീടൊക്കെ ഒതുക്കി ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് ഞാൻ എന്താ സ്റ്റുഡിയോയിൽ വന്നു. അപ്പോൾ ഇനി ഞാൻ ഐൽജൻ്റെ വീട്ടിലോട്ടല്ല പോകുന്നത്, എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. എനിക്ക് നാളെ ഒരു ഷൂട്ടുണ്ട്. അപ്പം സ്റ്റുഡിയോയിൽ വന്ന് കുറച്ച് നേരമായിട്ട് ഇവിടെ ഇരിക്കുവാണ്. ഫുഡ് ഓർഡർ ചെയ്തു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ.